പേഷ്യൻസിന് ലിസ്റ്റിൽ നിന്ന് കിട്ടി. പക്ഷേ ക്രിസ്റ്റഫർ റൊസാരിയോ എന്നൊന്നുമില്ല. ഏത് ഹോസ്പിറ്റലിൽ നിന്ന്? സെയിന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയം. സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടാ. എയർപോർട്ടും കഴിഞ്ഞ് പിന്നെയും പോകണം. പോയി നോക്കിയില്ലേ? ഇല്ല, പോയി നോക്കാം. എന്താ ജോ ഇത്? നിങ്ങൾക്കാർക്കും ഇതിന്റെ സീരിയസ്നെസ് ഇതുവരെ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല സാർ, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആ പേഷ്യന്റ് ഇപ്പോഴവിടെ ഇല്ല. എന്തുപറ്റി? ഡിസ്ചാർജ് ആയിട്ട് 1 മാസത്തിലേറെയായി. ഡിസ്ചാർജ് ആയിട്ട് കൃത്യം എത്ര ദിവസമായി നോക്കിയോ? അങ്ങനെ നോക്കിയില്ല. ആ ക്രിസ്റ്റഫർ ഈ ക്രിസ്റ്റഫറും ഒരാളല്ല എന്ന് തോന്നിയത് കൊണ്ട് പിന്നെ അങ്ങോട്ട്. ആ ക്രിസ്റ്റഫറും ഈ ക്രിസ്റ്റഫറും ഒരാളാണെന്ന് വന്നാൽ ജോയി, ഒരു ഭ്രാന്തൻ കൊലയാളി നമ്മുടെ എല്ലാ ഇടയിലൂടെ സ്വതന്ത്രനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ 2 മർഡേഴ്സ് നടന്നിരിക്കുന്നത് അവൻ പുറത്തു വന്നതിന് ശേഷമാണ്. ഇപ്പൊ കുറച്ച് കോലം തിരിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് അവന്റെ തന്നെ ഫോട്ടോയാ. നിങ്ങൾ ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് അസുഖം ശരിക്ക് ഭേദമായിട്ടാണോ അതോ? ഭേദമായോന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഭേദമായി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പക്ഷെ അത്രയ്ക്ക് വലിയ ശല്യക്കാരനൊന്നും അല്ലായിരുന്നു അവൻ. വയലൻസ് ഉണ്ടായിരുന്നു? ഹേയ്, വയലൻസ് പോയിട്ട് ചലനം തന്നെ നന്നേ കുറവായിരുന്നു. വെറുതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുമ്മാ തൂങ്ങിയിരിക്കും. എന്നിട്ട് എപ്പോഴും ചിരിച്ചോളും. ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചാൽ നേര് പറയണം. യെസ്. രോഗം മാറിയെന്ന് കണ്ട് ഡിസ്ചാർജ് ചെയ്തതല്ല ഈ പേഷ്യന്റ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഫീസും മറ്റു ചെലവുകളും ഒന്നും എടുക്കാൻ ബന്ധുക്കളായിട്ട് ആരും ഇല്ലാതിരുന്നത് കൊണ്ട് കൂടിയല്ലേ അയാളെ തുറന്നു വിട്ടത്? അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്യില്ല. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇതൊരു ചാരിറ്റി സ്ഥാപനമാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ചോദിച്ചറിഞ്ഞിട്ട് പൊക്കോളണം. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. പക്ഷെ ഇത് ഞാൻ ഇരിക്കുന്ന ഈ ചെയറിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവുകയാണെങ്കിൽ ഐ വോണ്ട് ടോളറേറ്റ്. എനിക്ക് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് ചുക്കും കിട്ടാനില്ല. പക്ഷേ 1 കൊല്ലത്തോളം ഈ ഹോസ്പിറ്റലിൽ കിടന്ന ആ മനുഷ്യൻ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോയി എന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. കാരണം ഈ മനുഷ്യൻ പുറത്തു പോയിട്ട് ഇതിനോടകം 2 കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ള ഏത് മധ്യവയസ്കനെയും എപ്പോൾ വേണമെങ്കിലും പതിയിരുന്ന് ആക്രമിച്ചു കൊല്ലാൻ ഇയാൾ ഇനിയും മടിക്കില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവനിവിടെ ഒന്നും ചാടിപ്പോവായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോ ചില പുള്ളികൾ ഇങ്ങനെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാറുണ്ട്. ചിലതൊക്കെ തിരിച്ചു വരും. ഇവനെ ഞങ്ങൾ ആ കൂട്ടത്തിലാ പെടുത്തിയിട്ടുള്ളത്. അവൻ ചാടിപ്പോയി ഉടനെ നിങ്ങൾ ആ വിവരം ഞങ്ങൾ അറിയിക്കണമായിരുന്നു. എങ്കിലൊരു പക്ഷേ 2 ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാനേ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്.